ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം, ഞാൻ ദിവസം പ്രാർത്ഥിക്കാറോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഞാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എവിടെ ചെന്ന് നിന്നാലും എന്നെ രക്ഷിക്കാനായിട്ട് ഒരാൾ വരും. എന്ത് കഷ്ടപ്പാടിലും ഒരാൾ എന്നെ സഹായിക്കാനായിട്ട് വരും. ആ ആളാണ് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ആൾ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അയാളെ ഞാൻ ദൈവമായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ചില സമയങ്ങളിൽ പല ആവശ്യമാണ്. ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ പൈസ കയ്യിലുള്ളവനാണ് നമ്മുടെ ദൈവമായിട്ട് വരുന്നത്. പട്ടിണി കിടക്കുമ്പോൾ ആഹാരം കയ്യിലുള്ളവൻ ദൈവമായിട്ട് വരും. നിയമപ്രശ്നത്തിൽ കുരുങ്ങുമ്പോൾ അഡ്വക്കേറ്റും, അറിവിന്റെ പ്രശ്നം വരുമ്പോൾ അധ്യാപകനും ഒക്കെ ദൈവമായിട്ട് വരും. നമുക്കൊരു ഒബിസിറ്റിയാണ് വരുന്നതെങ്കിൽ നമ്മളൊരു ട്രെയിനറാണ് നമ്മുടെ ദൈവമായിട്ട് മാറുകയാണ്. സോ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ മറ്റു മനുഷ്യരോട് പറയുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും. ഇതെല്ലാം കൊണ്ടുവന്ന ഒരു സ്കൈ ഡാഡിയോട് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അതുകൂടെ കരുതുന്നു. ആശ്വാസം കിട്ടുന്നുമില്ല, ആശ്വാസം കിട്ടുന്നു എന്ന് കരുതുകയും കൂടെ ചെയ്തിട്ട് വീണ്ടും ആവശ്യത്തോടെ ചാടി വീഴുന്നു. ആക്ച്വലി നിങ്ങളിതെല്ലാം അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പ്രയത്നത്തിലൂടെയും നിങ്ങളുടെ ഇൻറ്റൻറ്റ്, ലക്ഷ്യം, നിങ്ങളുടെ ഉദ്ദേശം ഉണ്ട്. ഇപ്പോൾ പരീക്ഷ എഴുതുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച് തല കുത്തിമറിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്നു. ഞാൻ പ്രാർത്ഥിക്കാതെ പരീക്ഷ എഴുതുന്നു. നമ്മുടെ റിസൾട്ട് എപ്പോഴും നമ്മുടെ രണ്ടുപേരുടെയും തയ്യാറെടുപ്പിനെയും അറിവിനെയും ആശ്രയിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകം തിരിഞ്ഞു നോക്കാതെ 24/7 ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ട് പോയി പരീക്ഷ എഴുതണം. അങ്ങനെ നിങ്ങൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, റൈറ്റ്, നിങ്ങളെ തോന്നലല്ല, നിങ്ങളുടെ തോന്നലുകൾക്കും വിഭ്രാന്തികൾക്കും ഉപരിയായിട്ട് നടക്കുന്നു എന്ന് വ്യക്തമാവും.